നമസ്തേ. ശ്രീകൃഷ്ണ കഥയുടെ 8ാമത്തെ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ ഈ 8ാമത്തെ ഭാഗത്തോടെ ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ പീലികൾ തിരികിയ വാർമുടിക്കെട്ടും പൊന്നേല സ്കിലിങ്ങിടുമരയിൽ മഞ്ഞപ്പട്ടും ചെന്തളിർ കയ്യിൽ ഒരു പൊന്നോടക്കുഴലും ഹാ ഹന്ത കൈതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ. നെറുകയിൽ മയിൽപ്പീലി തിരികിയ മഞ്ഞപ്പട്ട് ചുറ്റിയ ഓടക്കുഴൽ പിടിച്ച് മുട്ടിൽ നിൽക്കുന്ന ഒരു വെണ്ണക്കണ്ണനെ ഇത് കേൾക്കുമ്പോഴൊക്കെ എല്ലാവരും മനസ്സിൽ സങ്കല്പിക്കുക. നമ്മൾ 7ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് കംസ മഹാരാജാവിനെ ഭഗവാൻ കൊന്നിരിക്കുന്നു. അപ്പോൾ കംസനും കൂട്ടരും മരിച്ചപ്പോൾ അവരുടെ പത്നിമാർ രംഗത്ത് വന്ന് ശവശരീരത്തിൽ കിടന്ന് വിലപിച്ചു. ശ്രീകൃഷ്ണൻ അവരെ സ്നേഹപൂർവ്വം എഴുന്നേൽപ്പിച്ച് സാന്ത്വനിപ്പിക്കുകയും മരിച്ചവരുടെ സംസ്കാരാദി കർമ്മങ്ങൾ യഥാവിധി ചെയ്യുവാൻ ഏർപ്പാടാക്കുകയും ചെയ്തു. അതിനുശേഷം രാമകൃഷ്ണന്മാർ പോയത് വസുദേവരെയും ദേവകിയെയും അടച്ചിട്ട കാരാഗ്രഹത്തിലേക്കായിരുന്നു. പൂർണ്ണമായും ഒരു ഇരുട്ടറയായിരുന്നു അത്. അപ്പോൾ പുറത്ത് നടക്കുന്നതൊന്നും ദേവകി വസുദേവന്മാർ അറിഞ്ഞിരുന്നതേ ഇല്ല. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു. ശാന്തവും ഗംഭീരവും സ്നേഹലോലവുമായ ഒരു നീല വെളിച്ചം അവരുടെ ഉള്ളിൽ സദാ നിറഞ്ഞു കവിഞ്ഞു. അവരാകട്ടെ ആ അനുഭൂതിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ കല്ലറയുടെ വാതിലുകൾ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. പുറത്തെ പൊള്ളയായ വെളിച്ചം കല്ലറയിൽ പരന്നു. ദേവകിയാണ് ആദ്യം കണ്ണുമിഴിച്ചത്. അതാ 2 കുട്ടികൾ തനിക്ക് നേരെ വരുന്നു. മല്ലയുദ്ധക്കാരുടെ വേഷം ധരിച്ച കുട്ടികൾ. ദേവകി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ തന്നെ വസുദേവരും കണ്ണു തുറന്ന് എഴുന്നേറ്റു. കുട്ടികളുടെ ശരീരത്തിൽ നിറയെ ചോരപ്പാടുകൾ, പൊടിയും വിയർപ്പൊക്കെ അണിഞ്ഞ ശരീരവുമായിരുന്നു. അതുമാത്രമല്ല, കയ്യിൽ ഓരോ ആനക്കൊമ്പും. അമ്പരന്ന് നിൽക്കുന്ന ദേവകി വസുദേവന്മാരുടെ കാൽക്കൽ ആ കുട്ടികൾ സാഷ്ടാംഗം നമസ്കരിച്ചു. മക്കളായ രാമകൃഷ്ണന്മാരാണ് ഞങ്ങൾ എന്ന് ഭഗവാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ അച്ഛനും അമ്മയും ഇമവെട്ടാതെ മക്കളെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ 12 കൊല്ലം മുമ്പത്തെ ആ കനത്ത മഴ, ഇങ്ങനെ കോരിച്ചൊരിയുന്ന മഴയും ഒരു അർദ്ധരാത്രിയായിരുന്നു ഇങ്ങനെ തെളിഞ്ഞു നിന്നത്. സർവലോക രക്ഷകനായ ഭഗവാനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് അവർക്ക് തോന്നിയത്. അതിനാൽ സാധു സംരക്ഷകനായ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞ് അവർ ആ കുട്ടികളെ നമസ്കരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ശ്രീകൃഷ്ണൻ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി മുഖത്ത് നോക്കി നല്ലതുപോലെ ചിരിച്ചു. ആ ചിരിയിൽ മാതാപിതാക്കൾ മയങ്ങിപ്പോയത് കണ്ട് കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി. അമ്മേ, അച്ഛാ, ഞങ്ങൾ മക്കളായി പിറന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾക്കും പീഡനങ്ങൾക്കും കണക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഏതായാലും നിങ്ങൾ ദുഃഖിക്കരുത്. എന്ന് വെച്ചാൽ എന്ന് വസുദേവർ സംശയത്തോടെ ചോദിച്ചു. ഓ, ഇവിടെ കിടന്നത് കൊണ്ട് നിങ്ങൾ അറിയാൻ വഴിയില്ലല്ലോ അല്ലേ? അമ്മാമനായ മഹാരാജ കംസൻ പരലോകപ്രാപ്തനായി, അല്ല മുക്തനാക്കി. അപ്പോൾ കൃഷ്ണ ജ്യേഷ്ഠനെ. ദേവകി ഇങ്ങനെ വിശ്വാസം വരാതെ സംഭ്രമത്തോടെ കൃഷ്ണന്റെ ശരീരത്തിലാകെ കണ്ണോടിച്ചു. അതെ, കൃഷ്ണൻ തല താഴ്ത്തി സമ്മതിച്ചു. എന്നെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോൾ ആത്മരക്ഷാർത്ഥം ഞാനൊന്നു തടഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാറിൽ കയറിയിരുന്നതേയുള്ളൂ, മറ്റൊന്നും ചെയ്തില്ല. പക്ഷേ ഈ ചോരപ്പാടുകൾ, ഓ അത് ആനച്ചോരയാണ്, കുവലയ പീഠത്തിൻ്റെ. ജ്യേഷ്ഠന് സമ്മാനമായി കിട്ടിയ ആ കൂറ്റൻ ആനയോ, അതിനെ ഞാൻ കൊന്നു. അത് എന്നെ കുത്താൻ വന്നപ്പോൾ കൃഷ്ണൻ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു. ഭഗവാനെ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? ദേവകി ഉറക്കെ പറഞ്ഞുപോയി. എല്ലാം കണ്ടും കേട്ടും ഭാവഭേദമില്ലാതെ നിൽക്കുന്ന വസുദേവരെ പിടിച്ചടുപ്പിച്ചുകൊണ്ട് ബലരാമനും കൃഷ്ണനും ഒന്നിച്ചു പറഞ്ഞു. ഇനിയും കാരാഗ്രഹവാസം മതിയായില്ലേ അച്ഛാ, പുറത്തേക്ക് വരൂ. അവർ അച്ഛനമ്മമാരെ കൂട്ടി വാതിൽക്കൽ എത്തിയപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഒരിക്കലും ഈ കല്ലറ കാണേണ്ടി വരില്ല എന്നുറപ്പിക്കാം. ഞാൻ ജനിച്ചത് ഇവിടെയാണല്ലോ, എൻ്റെ ജന്മസ്ഥലം ഇനി കാണണ്ട. അങ്ങനെ അവർ പുറത്തു കടന്നു. എന്നിട്ട് കഴിഞ്ഞ 12 കൊല്ലങ്ങൾ മനസ്സിൽ കിടന്ന് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുകയാണ് ദേവകി വസുദേവന്മാർക്ക്. കുട്ടികളോട് എന്തെങ്കിലും പറയുവാൻ തന്നെ കഴിയുന്നില്ല. അങ്ങനെ അവർ എത്രയോ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. കംസന്റെ ആൾക്കാർ പകരം ചോദിക്കുവാൻ വരുമെന്ന് തന്നെ കരുതണം. അതിനു മുമ്പ് ബന്ധനത്തിൽ കിടക്കുന്ന ഉഗ്രസേനനെ മോചിപ്പിച്ച് യദുക്കളുടെ രാജാവായി അഭിഷേകം ചെയ്തു. കംസനെ ഭയന്ന് നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ പ്രജകളെയെല്ലാം വരുത്തി വേണ്ട സംരക്ഷണം നൽകി. അല്പ ദിവസങ്ങൾ കൊണ്ട് തന്നെ കൃഷ്ണൻ മധുരാപുരിയെ ഒരു മനോഹരപുരിയാക്കി. ജനങ്ങളിൽ ആത്മവിശ്വാസവും സൽസ്വഭാവവും വളർന്നു. ഇതെല്ലാം കണ്ടും ആസ്വദിച്ചും നന്ദഗോപരും ഗോപന്മാരും മധുരയിൽ തന്നെ കുറച്ചുനാൾ കഴിഞ്ഞു. കൃഷ്ണനെ വിട്ടുപോകാൻ വിഷമം. ഏതായാലും നല്ല ദിവസം നോക്കി ഒരു രാവിലെ നന്ദഗോപർ തിരിച്ചു പോകാൻ പുറപ്പെട്ടു. രാമനും കൃഷ്ണനും അവരുടെ അടുത്ത് വന്നു.
കൃഷ്ണനാണ് പറഞ്ഞത്, അച്ഛാ, ഞങ്ങളെ കൂടാതെ അച്ഛന് പോവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം. അച്ഛനെ വിട്ടിരിക്കുവാൻ ഞങ്ങൾക്ക് അതിലേറെ വിഷമമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ വൃഷ്ണികളും യാദവരുമൊക്കെ നമ്മുടെ ബന്ധുക്കളായി തീർന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ കഷ്ടപ്പാട് അവസാനിച്ചിട്ടുമില്ല. കുറെ കൂടി അവരെ സഹായിക്കാനുണ്ട്. വേഗം അത് കഴിച്ച് ഞങ്ങൾ ഗോകുലത്തിലെത്താം. എനിക്കവിടെ എത്താൻ വൈകി. അതുമാത്രമല്ല, നമ്മുടെ പശുക്കളൊക്കെ എങ്ങനെ ഇരിക്കുന്നുവോ ആവോ. ഞാൻ വരുമ്പോഴേക്ക് പാത്രം നിറയെ നെയ്യപ്പം ഉണ്ടാക്കി വെക്കാൻ അമ്മയോട് പറയണേ. അത് കേട്ട് നന്ദഗോപർ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. മറ്റുള്ളവരും കണ്ണീരൊഴുക്കി. കുറെ കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ നന്ദഗോപരും ഗോപന്മാരും ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം വസുദേവർ ഗർഗാചാര്യരെ വരുത്തി രാമകൃഷ്ണന്മാരുടെ ഉപനയനം നടത്തി. പിന്നെ വേദാധ്യയനത്തിന് കാശിയിൽ ജനിച്ച് അവന്തിയിൽ താമസിക്കുന്ന സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്കാണ് അവരെ അയച്ചത്. രാമകൃഷ്ണന്മാരുടെ ഗുരുഭക്തിയിലും ആചാര്യ മര്യാദകളിലും സന്തോഷിച്ച സാന്ദീപനി മഹർഷി അവരെ സകല വേദങ്ങളും ഉപനിഷത്തുക്കളും 64 ദിവസം കൊണ്ട് പഠിപ്പിച്ചു. പഠിപ്പ് കഴിഞ്ഞ് ഗുരുദക്ഷിണയുടെ സമയമായപ്പോൾ തങ്ങൾ എന്താണ് തരേണ്ടതെന്ന് കൃഷ്ണൻ ചോദിച്ചു. കൃഷ്ണന്റെ ദൈവികത്വം മനസ്സിലാക്കിക്കൊണ്ട് ഗുരു പറഞ്ഞു, മുമ്പ് പ്രഭാസ തീർത്ഥത്തിൽ കുളിക്കുമ്പോൾ മകനെ ശങ്കൻ എന്ന അസുരൻ പിടിച്ചുകൊണ്ടുപോയി. ആ മകനെ തിരിച്ചു കിട്ടിയാൽ സന്തോഷമായി. അത് ചെയ്തു തരാമെന്ന് സമ്മതിച്ച് ഉടനെ കൃഷ്ണൻ പ്രഭാസ തീർത്ഥക്കരയിൽ ചെന്ന് സമുദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന ശംഖിൻ്റെ ആകൃതിയിലുള്ള പഞ്ചജനൻ എന്ന അസുരനെ വരുത്തി. ഗുരുപുത്രൻ യമലോകത്തിലാണെന്ന് പഞ്ചജനൻ പറഞ്ഞു. തൻ്റെ പുറന്തോടായ പാഞ്ചജന്യം എന്ന ശംഖ് കൃഷ്ണന് സമ്മാനിക്കുകയും ചെയ്തു. രാമകൃഷ്ണന്മാർ പാഞ്ചജന്യം ഊതിക്കൊണ്ട് യമലോകത്തെത്തി. യമൻ പരിഭ്രമിച്ചു. കൃഷ്ണൻ ആവശ്യപ്പെട്ട പ്രകാരം ഗുരുപുത്രനെ തിരിച്ചു കൊടുത്തു. രാമകൃഷ്ണന്മാർ യഥോചിതം ദക്ഷിണ കൊടുത്ത് ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനും ഗോകുലം വിട്ടു പോന്നിട്ട് ദിവസം കുറച്ചായി. അവർ എങ്ങനെ കഴിയുന്നു എന്ന ചിന്തയായി കൃഷ്ണന്. തങ്ങളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഗോകുലവാസികളുടെ അവസ്ഥ ആലോചിക്കാനേ വയ്യ. അച്ഛനമ്മമാർ ഭക്ഷണം തന്നെ കഴിക്കുന്നുണ്ടാവില്ല. വിരഹം കൊണ്ട് ഗോപികൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോയിരിക്കുമോ? പക്ഷേ അവരെ സന്തോഷിപ്പിക്കുവാനായി ഇപ്പോൾ ഇവിടം വിട്ടു പോകുവാൻ നിവൃത്തിയുമില്ല. ഇനിയും കുറേ പണികളുണ്ട് ഇവിടെ. അതിനാൽ അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനായി യദുശ്രേഷ്ഠനായ ഉദ്ധവരെ കൃഷ്ണൻ ഗോകുലത്തിലേക്ക് അയച്ചു. ഉദ്ധവരാവട്ടെ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ബുദ്ധിമാനും മാന്യനുമാണ്. ഈ കാര്യത്തിന് ഉദ്ധവരോളം യോഗ്യനായി മറ്റൊരാളില്ല. ഉദ്ധവർ മധുരാപുരിയിലെ പ്രധാനമന്ത്രിയുമാണ്. ഗോകുലത്തിൽ പോകുവാൻ ഉദ്ധവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. കൃഷ്ണൻ ലീലയാടിയ ആ വൃന്ദാവന സീമകളും മഹാഭാഗ്യശാലികളായ യശോദയെയും നന്ദഗോപരെയും പരിശുദ്ധകളും കൃഷ്ണഭക്തരുമായ ഗോപികളെയും എല്ലാം കാണാമല്ലോ. കൃഷ്ണൻ്റെ സന്ദേശം അവരെ അറിയിക്കലും ഒരു വലിയ കാര്യം തന്നെ. പോകാനൊരുങ്ങി തേരിനടുത്ത് ഉദ്ധവരെത്തിയപ്പോൾ കൃഷ്ണൻ ബന്ധപ്പെട്ട് അടുത്തു വന്ന് സ്വകാര്യമായി പറഞ്ഞു, വൃന്ദാവനത്തിൽ രാധ എന്ന ഒരു ഗോപസ്ത്രീയുണ്ട്. അവരെ കണ്ട് എൻ്റെ ക്ഷേമാന്വേഷണം പ്രത്യേകം പറയണം. ഇത് രാധയ്ക്ക് കൊടുക്കുകയും വേണം. അങ്ങനെ അരയിൽ മഞ്ഞപ്പട്ടിനിടയിൽ നിന്ന് തിരികിയ ഓടക്കുഴലെടുത്ത് കൃഷ്ണൻ ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉദ്ധവരെ വേഗം പോയി വരൂ. അങ്ങനെ വഴിനീളെ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടും കൃഷ്ണഗീതികൾ മന്ത്രിച്ചുകൊണ്ടുമാണ് ഉദ്ധവർ യാത്ര പോയത്. കണ്ടുമുട്ടിയത് മുതൽക്ക് ഉദ്ധവർ കൃഷ്ണൻ്റെ സന്തത സഹചാരിയായിരുന്നു. കൃഷ്ണൻ തലേ ദിവസം ചുറ്റി മാറ്റിയിട്ട മഞ്ഞപ്പെട്ടാണ് ഉദ്ധവർ കുളിച്ച് ശുദ്ധമായി വന്നാൽ ഉടുക്കുക. കൃഷ്ണൻ കഴുത്തിൽ നിന്നൂരിയിട്ട വനമാലയാണ് ഉദ്ധവർ കഴുത്തിൽ അണിയുന്നത്. ആ കൃഷ്ണദാസൻ ഒരു അസ്തമന സമയത്താണ് ഗോകുലത്തിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ആരെയും കണ്ടുമുട്ടാതെ നേരെ നന്ദവ്രജത്തിലെത്തി. ഏറ്റവും മാന്യനായ ഒരു അതിഥിക്ക് വേണ്ട സൽക്കാരങ്ങളും കുശലപ്രശ്നങ്ങളും നടത്തി നന്ദൻ ഉദ്ധവരെ സ്വീകരിച്ചു. അത്താഴം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് കൃഷ്ണനെ പറ്റി നന്ദൻ പറഞ്ഞു തുടങ്ങിയത്. കുറച്ച് പറഞ്ഞപ്പോഴേക്കും കൃഷ്ണപ്രീതിയാൽ ഉദ്ധവരുടെ നിയന്ത്രണങ്ങളെല്ലാം ഇങ്ങനെ വിട്ടു. ഉദ്ധവരുടെ കണ്ടമിടറി, കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു, ശബ്ദിക്കാനും കഴിയാതെയായി. ഉദ്ധവർ വിചാരിച്ചു, ഇവരാണ് ഭാഗ്യശാലികൾ, ഈ അച്ഛനമ്മമാർ. ഇവരെ കാണുന്നത് തന്നെ ഒരു പുണ്യമാണ്. ഞാൻ വന്നത് എത്ര നന്നായി. കൃഷ്ണനെ കാണാതെ ഒരു നിമിഷം കഴിയാൻ വയ്യാതെ യശോദയോടും നന്ദഗോപരോടും ഉദ്ധവർ ഉറപ്പിച്ചു പറഞ്ഞു.
കൃഷ്ണൻ ഗോകുലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണന്റെ ഒരു വാക്കും വെറുതെ ആയിട്ടില്ല. കൃഷ്ണന് മധുരയിൽ കുറേ ചുമതലകളുണ്ട്. അത് കഴിഞ്ഞാൽ തീർച്ചയായും വരും. അത് ഉറപ്പിക്കാൻ കൂടിയാണ് എന്നെ വേഗം ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പകലത്തെ കാര്യാലോചനകളും ബെത്തപ്പാടുകളും കഴിഞ്ഞ് ഭക്ഷണത്തിനിരുന്നാൽ എന്നും കൃഷ്ണൻ എന്നോട് ഉത്കണ്ഠയോടെ പറയും, ഗോകുലത്തിലെ സ്ഥിതി എന്താണാവോ. എന്നെ വിചാരിച്ച് അച്ഛനും അമ്മയും ഊണവും ഉറക്കവും കുറച്ചിട്ടുണ്ടാകും. എനിക്ക് അവരെ കാണാൻ വൈകി. അങ്ങനെ ദീർഘനേരം സംസാരിച്ച് ഉദ്ധവർ അവരുടെ ദുഃഖം ലാഘവപ്പെടുത്തി. അവസാനം ആ പരമസത്യം ഉദ്ധവർ നന്ദഗോപരോട് പറഞ്ഞു. നിങ്ങളുടെ മകനെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ കൃഷ്ണൻ യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ പരമാത്മാവാണ്. അതറിഞ്ഞ് ഉപാസിക്കലാണ് കർത്തവ്യം. നന്ദൻ ഉദ്ധവരുടെ ഉപദേശം അതേവിധം സ്വീകരിച്ചു. രാവിലെ നേരത്തെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉദ്ധവർ ഉണർന്നു. എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ വ്രജത്തിലെ സകല വീടുകളിലും ദീപം ജ്വലിച്ചിരിക്കുന്നു. അടിച്ചുതള്ളി കഴിഞ്ഞ് വീടുകളിലെല്ലാം അകിലും ചന്ദനവും പുകച്ചിരിക്കുന്നു. കേൾക്കാൻ ഇമ്പമുള്ള മനോഹര സ്വരത്തിൽ ഗോപികൾ സ്വയം മറന്ന് കൃഷ്ണസ്തുതികൾ പാടുകയാണ്. കൂടെ തൈര് കടയുന്ന ശബ്ദവും കേൾക്കാനുണ്ട്. ഉദ്ധവർ വളരെ നേരം ആ രംഗം കണ്ണിറയെ കണ്ട് ഗാനം ആസ്വദിച്ച് നിന്നുപോയി. എത്ര ധന്യമായ അനുഭവം! രാവിലെയാണ് ഗോപികൾ നന്ദവ്രജത്തിന് മുന്നിൽ നിൽക്കുന്ന ആ തേര് കണ്ടത്. അവർ സൂക്ഷിച്ചു നോക്കി. ഇത് മധുരയിൽ നിന്ന് വന്നതാണല്ലോ. ഉടൻ നന്ദവ്രജത്തിലെത്തി. ഉദ്ധവരുടെ വേഷവും ഭാവവും കണ്ടപ്പോൾ തന്നെ ആൾ കൃഷ്ണന്റെ കൂടെ കഴിയുന്നവനാണെന്ന് അവർക്ക് ബോധ്യമായി. അവർക്കൊരു ചോദ്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. കൃഷ്ണന് സുഖം തന്നെയല്ലേ? കൃഷ്ണന്റെ സുഖമാണ് തങ്ങളുടെ സുഖം എന്ന് അവർക്കറിയാം. ഈ ഗോപസ്ത്രീകളുടെ പരിശുദ്ധമായ മനസ്ഥിതിയും കൃഷ്ണഭക്തിയും കണ്ട അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. ഉദ്ധവർ അനന്ത മഹാത്മ്യമുള്ള വൃന്ദാവനത്തിലെ ഒരു വള്ളിക്കുടിലിൽ കൃഷ്ണനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന രാധയെ കണ്ടു. ധ്യാനത്തിൽ നിന്നുണർത്തി ഉദ്ധവർ കൃഷ്ണന്റെ സന്ദേശം അറിയിച്ച് ഓടക്കുഴൽ കൈമാറിയതോടെ രാധ നിരുദ്ധ കണ്ടയായി. ദേഹമാസകലം രോമാഞ്ചമണിഞ്ഞു. അലൗകികമായ ഒരു അവസ്ഥയിലായി രാധ. എന്നിട്ട് ഉദ്ധവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ ഭക്തിയുടെ മുൻപിൽ താൻ എത്ര നിസാരനാണ്. അദ്ദേഹം ആ ഗോപസ്ത്രീയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ശ്രീകൃഷ്ണന്റെ സഖാക്കളെയും മറ്റു ഗോപന്മാരെയും നാട്ടുകാരെയും ഉദ്ധവർ കണ്ടു. എല്ലാവർക്കും കൃഷ്ണനെ പറ്റി മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. കൃഷ്ണന്റെ സ്നേഹം, ധൈര്യം, സംരക്ഷണം, സൗന്ദര്യം, സംസാര രീതി, ഫലിതം, ഇങ്ങനെ ഓരോന്നും. ഉദ്ധവർ അവരോട് കൃഷ്ണൻ മധുരയിൽ ചെയ്ത അത്ഭുതങ്ങളെ പറ്റിയും പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസം ഉദ്ധവർ ഗോകുലത്തിൽ താമസിച്ചു. ഗോകുലവാസികൾക്ക് ആ ദിവസങ്ങളിൽ എത്രയോ ആനന്ദകരമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉദ്ധവർ മധുരയ്ക്ക് തിരിച്ചു പോന്നു. മധുരയിൽ തിരിച്ചെത്തിയപ്പോൾ രംഗമാകെ മാറിയിരിക്കുന്നതാണ് കണ്ടത്. കംസന്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാസ്ഥിയും ജരാസന്ധന്റെ മക്കളാണ്. പുത്രിമാർ വിധവകളായതിലുള്ള ദുഃഖവും ക്രോധവും കാരണം കംസന്റെ സഹായി കൂടിയായ ജരാസന്ധൻ യാദവകുലത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുകയാണ്. 23 അശ്വഹിണി പടയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മഗധ രാജാവ് കുറേ രാജാക്കന്മാരെയും കൂട്ടിയിട്ടുണ്ട്. കലിംഗൻ, ബാഹ്ലികൻ, കാരുഷൻ, രുക്മി, വിന്ദാനുവിന്ദൻ, വിദൂരതൻ, ദന്തവക്ത്രൻ, വിരാടൻ, ബാണൻ, ഭൂരിശ്രവസ്, ത്രിഗർത്തൻ, ഏകലവ്യൻ, ജയദ്രഥൻ, ശല്യർ, കൗരവർ, കേകയൻ, ചേതിരാജ, ശിശുപാലൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ രാജാക്കന്മാരും ജരാസന്ധന് പിന്തുണ പ്രഖ്യാപിച്ച് മധുര ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ മധുര വളഞ്ഞു നിൽക്കുകയാണ്. ഒരു മഹാസമുദ്രം പോലെ പരന്ന പെരുമ്പട കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ ആലോചിച്ചു, ജരാസന്ധനെ ഇപ്പോൾ എന്തായാലും കൊല്ലണ്ട, അയാളുടെയും കൂട്ടാളികളുടെയും ഇങ്ങനെ സൈന്യബലം നശിപ്പിക്കാം. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോൾ 2 ദിവ്യരഥങ്ങളും കുറേ ആയുധങ്ങളും ആകാശത്തിലൂടെ വന്ന് രാജസഭയിലെത്തി. ബലരാമനും കൃഷ്ണനും അതിൽ കയറി വില്ലും അമ്പും എടുത്ത് യുദ്ധത്തിനൊരുങ്ങി. അറ്റമില്ലാത്ത ആ സൈന്യം ശ്രീകൃഷ്ണന്റെ അസ്ത്രപ്രവാഹത്തിൽ ചത്തൊടുങ്ങി. ജരാസന്ധനെ ബലരാമൻ വരുണപാശം കൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ശ്രീകൃഷ്ണൻ തടഞ്ഞു. വേണ്ട, കൊല്ലണ്ട, നമുക്ക് ഈ രാജാവ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നത് ശരി തന്നെ, എന്നാലും വിട്ടയച്ചേക്കൂ, മഗധയുടെ രാജാവല്ലേ. അപ്പോൾ ബലരാമൻ ജരാസന്ധനെ കെട്ടയച്ച് ഇങ്ങനെ വിട്ടു. പക്ഷേ ജരാസന്ധൻ അടങ്ങിയിരുന്നില്ല. 17 തവണ അയാൾ യുദ്ധത്തിന് വന്നു. 17 തവണയും യുദ്ധം ജയിച്ച രാമകൃഷ്ണന്മാർ ജരാസന്ധനെ കൊല്ലാതെ വിട്ടയക്കുകയും ചെയ്തു. അപ്പോൾ ബലരാമൻ ചോദിച്ചു, ഇതെന്തിനാണ് കൃഷ്ണ ജരാസന്ധനെ ഇങ്ങനെ വിട്ടയക്കുന്നത്? അപ്പോൾ ശ്രീകൃഷ്ണൻ ഒന്ന് ചിരിച്ചു. അദ്ദേഹത്തിനെ കൊണ്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. കൊല്ലുവാൻ നമ്മളല്ല യോഗ്യർ, വേറെ ആള് വരും. ബലരാമൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. കൃഷ്ണന്റെ മനോരഥങ്ങൾ അറിയാൻ ആരുണ്ട് ഈ ലോകത്തിൽ?
അങ്ങനെ ജരാസന്ധൻ 18ാമത്തെ തവണയും സന്നാഹങ്ങളുമായി യുദ്ധത്തിന് വന്നു. ആ സമയത്തു തന്നെ തുല്യ ബലവാനായ ഒരാളോട് എതിരിടണം എന്ന ഉദ്ദേശത്തിൽ കാലയവനൻ എന്നൊരു വില്ലാളിയും മധുരയിൽ സൈന്യസമേതം എത്തി. ആ സമയത്ത് കൃഷ്ണൻ ഒരു അത്ഭുതം ചെയ്തു. സ്വന്തം യോഗശക്തിയാൽ സമുദ്രമധ്യത്തിൽ 12 യോജന വിസ്താരത്തിൽ ഒരു ദ്വീപുണ്ടാക്കി. വിശ്വകർമാവിനെ കൊണ്ട് അതിൽ അതിവിശിഷ്ടമായ ഒരു പട്ടണം നിർമ്മിച്ചു. അതിന് ദ്വാരകാപുരി എന്ന് പേരിട്ടു. എന്നിട്ട് യാദവരെ മുഴുവൻ അതിലേക്ക് മാറ്റി താമസിപ്പിച്ചു. അപ്പോൾ ഈ ദ്വാരകാപുരിയിലേക്ക് മനുഷ്യർക്ക് കടന്നു വരാൻ വിഷമമാണ്. അപ്പോൾ ബലരാമനോട് അവരെ വേണ്ട വിധം സംരക്ഷിച്ച് അവിടെ നിലകൊള്ളുവാനും പറഞ്ഞു. അതിനുശേഷം ശ്രീകൃഷ്ണൻ യാതൊരു ആയുധവും ഇല്ലാതെ കാൽനടയായി ഒറ്റയ്ക്ക് മധുരാപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ പോക്ക് കാലയവനൻ കണ്ടു. അയാൾ പിന്നാലെ കൂടി. പക്ഷേ അടുത്തെത്തിയിട്ടും യവനന് കൃഷ്ണനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കൃഷ്ണൻ യവനനെ ഒരു പർവ്വത ഗുഹയിലേക്ക് പ്രവേശിപ്പിച്ച് വേറെ വഴിക്ക് മറഞ്ഞു. ഗുഹയിൽ മുചുകുന്ദൻ എന്ന ഇക്ഷ്വാകു വംശ രാജാവ് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജചിഹ്നങ്ങൾ കണ്ടപ്പോൾ ഇതാവും ശ്രീകൃഷ്ണൻ എന്ന് തെറ്റിദ്ധരിച്ച് യവനൻ മുചുകുന്ദനെ ആഞ്ഞു ചവിട്ടി. ചവിട്ടുകൊണ്ട മുചുകുന്ദൻ ഉണർന്നെണീറ്റ് യവനനെ കണ്ണു മിഴിച്ചൊന്ന് നോക്കി. ആ നോട്ടത്തിൽ യവനൻ ദഹിച്ചു ഭസ്മമായി പോയി. തങ്ങളെ വളരെ കാലം ശത്രുഭയത്തിൽ നിന്ന് രക്ഷിച്ചതിന് മുചുകുന്ദന് ദേവന്മാർ കൊടുത്ത വരമായിരുന്നു ഉറക്കമുണർത്തുന്നവർ ദഹിച്ചു പോകുന്നത്. അപ്പോൾ മുചുകുന്ദനെ കൊണ്ട് കാലയവനനെ ദഹിപ്പിച്ചതിന് ശേഷം മാതാതാവിൻ്റെ പുത്രനും അതിബുദ്ധിമാനും ഭക്തനുമായ മുചുകുന്ദ രാജാവിൻ്റെ മുന്നിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനായി. നാശമില്ലാത്ത ഭക്തിയും അടുത്ത ജന്മത്തിൽ മോക്ഷവും കിട്ടുമെന്ന് രാജാവിനെ അനുഗ്രഹിച്ചു. സൈന്യങ്ങളുമായി വന്ന ജരാസന്ധനെ ഇത്തവണ കൃഷ്ണൻ വെറുതെ പറഞ്ഞയച്ചു. അങ്ങനെ രാമകൃഷ്ണന്മാർ ബന്ധുജനങ്ങളോടൊപ്പം ദ്വാരകാപുരിയിൽ താമസമാക്കി. അക്കാലത്ത് ഭീഷ്മകന്റെ മകളായ രുക്മിണിക്ക് കൃഷ്ണനിൽ അനുരാഗം വളർന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണൻ വഴി ഈ വിവരം കൃഷ്ണനെ രുക്മിണി അറിയിക്കുകയും ചെയ്തു. ചേതി രാജാവായ ശിശുപാലന് രുക്മിണിയെ കൊടുക്കാൻ അവളുടെ ഏട്ടനായ രുക്മി തീർച്ചപ്പെടുത്തിയിരുന്നു. രുക്മിണിക്ക് അത് സഹിക്കാനായില്ല. അതിനാൽ തക്ക സമയത്ത് കൃഷ്ണൻ തേരുമായി അവിടെ ചെന്ന് രുക്മിണിയെ കൈപിടിച്ച് തേരിൽ കയറ്റി. അപ്പോൾ ഈ രുക്മിണി ലക്ഷ്മീദേവിയുടെയും സത്യഭാമ ഭൂമിദേവിയുടെയും അവതാരമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എതിർക്കാൻ വന്ന രാജാക്കന്മാരെ തോൽപ്പിച്ച് രുക്മിണിയെ മനോഹരമായ ദ്വാരകാപുരിയിൽ കുടിവെച്ചു. സത്രാജിത്ത് സൂര്യനെ പ്രസാദിപ്പിച്ച് സെമന്തകം എന്ന വിശേഷപ്പെട്ട മണി സമ്പാദിച്ചിരുന്നു. ദിവസേന 100 ഭാരം സ്വർണം തരുന്നതാണ് ആ മണി. അതൊരു ദിവസം സത്രാജിത്തിൻ്റെ അനുജൻ പ്രസേനൻ കഴുത്തിൽ കെട്ടി നായാട്ടിന് പോയി. ഒരു സിംഹം അത് കണ്ട് തിന്നാനുള്ള എന്തോ ആണെന്ന് കരുതി പ്രസേനനെ കൊന്ന് മണിയും കടിച്ചോടി. അത് ജാമ്പവാൻ കണ്ടു. മകളായ ജാമ്പവതിക്ക് കൊടുക്കാമെന്ന് കരുതി സിംഹത്തിനെ കൊന്ന് മണിയെടുത്ത് മകൾക്ക് നൽകി. എന്നിട്ട് നായാട്ടിന് പോയ പ്രസേനൻ മടങ്ങി വരാത്തതിൽ ക്ഷുഭിതനായ സത്രാജിത്ത് ഒരു അപവാദം പറഞ്ഞു പരത്തി. കൃഷ്ണനാണ് പ്രസേനനെ കൊന്ന് മണിയെടുത്തതെന്നായി. അങ്ങനെ അത് കേട്ട കൃഷ്ണൻ സത്യം തെളിയിക്കാൻ കാട്ടിൽ പോയി. ജാമ്പവതി തട്ടിക്കളിക്കുന്ന മണി കിട്ടാനായി ജാമ്പവാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. പ്രായാധിക്യത്താൽ കണ്ണു കാണാതായ ജാമ്പവാൻ എതിരാളി കൃഷ്ണനാണെന്ന് അറിഞ്ഞതേയില്ല. അങ്ങനെയാണ് യുദ്ധം ചെയ്തത് ജാമ്പവാനും കൃഷ്ണനും കൂടി. ആളെ അറിഞ്ഞപ്പോൾ തെറ്റ് പറഞ്ഞ് മാപ്പ് ചോദിച്ച് മണിയും മകളെയും കൃഷ്ണൻ കൊടുത്തു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ സത്യം തെളിഞ്ഞതിനാൽ തെറ്റിദ്ധാരണ മാറി ഇങ്ങനെ കഴിഞ്ഞ സത്രാജിത്ത് നേരത്തെ തന്നെ കൃഷ്ണനിൽ അനുരക്തയായിരുന്ന സത്യഭാമയെ കൃഷ്ണന് നൽകുകയാണ് ഉണ്ടായത്. അതിനുശേഷം വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാനായി അനേക വർഷമായി തപസ്സിരിക്കുന്ന കാളിന്തിയെ കൃഷ്ണൻ വിവാഹം കഴിച്ചു. പിന്നീട് അവന്തിയിലെ കന്യകയായ മിത്രവിന്ധ്യ സ്വയംവരത്തിൽ കൃഷ്ണന്റെ കഴുത്തിൽ വർണ്ണമാല്യമിട്ടു. അത് തടയാൻ വന്ന മറ്റു രാജാക്കന്മാരെ തോൽപ്പിച്ച് കൃഷ്ണൻ മിത്രവിന്ധ്യയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു. 6ാമതായി അയോധ്യയിലെ സത്യ എന്ന രാജകുമാരി ശ്രീകൃഷ്ണനെ ഭർത്താവായി സ്വീകരിച്ചു. അതിനുശേഷം വസുദേവരുടെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ പുത്രിയും കേകയത്തിലെ കന്യകയുമായ ഭദ്രയെ അവളുടെ സഹോദരന്മാരായ സന്ദർദാനാദികളുടെ അപേക്ഷയാൽ ഭാര്യയായി സ്വീകരിച്ചു. 8ാമതായി മദ്രി രാജാവിൻ്റെ മകളായ ലക്ഷണ എന്ന രാജകുമാരിയെ സ്വയംവരത്തിൽ ശ്രീകൃഷ്ണനെ മാല്യമണിയിച്ചു. അതിനുശേഷം സത്യഭാമയോടുകൂടി ഗരുഡൻ്റെ പുറത്തിരുന്ന് ഭൂമിപുത്രനായ നരകാസുരനുമായി യുദ്ധം ചെയ്ത് അയാളെ വധിച്ച ശേഷം നരകാസുരൻ തടവിലിട്ടിരുന്ന 16,000 സ്ത്രീകളെ മോചിപ്പിച്ചു. അവർ ഓരോരുത്തരും കൃഷ്ണൻ ഭർത്താവായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അങ്ങനെ അവരെ ദ്വാരകയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഓരോരുത്തർക്കും വേറെ വേറെ ഗ്രഹങ്ങൾ ഉണ്ടാക്കി.
യോഗവിദ്യ കൊണ്ട് 16,008 ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും വരിക്കുകയും ചെയ്തു. ആ ഇടയ്ക്ക് തന്നെ ബ്രാഹ്മണ ശാപം കൊണ്ട് ഓന്തായി തീർന്ന ദാനകർമ്മങ്ങളിൽ അഗ്രഗണ്യനായിരുന്ന ദൃഗമഹാരാജാവിന് ശ്രീകൃഷ്ണൻ ശാപമോക്ഷവും നൽകി. അങ്ങനെ രാമകൃഷ്ണന്മാർ ഗോകുലം വിട്ടു പോന്നിട്ട് വളരെ കാലമായിരിക്കുന്നു. ബലരാമന് അച്ഛനമ്മമാരെയും കൂട്ടുകാരെയും പഴയ ഗോകുലവും കാണാൻ കൊതിയായി. ഒറ്റയ്ക്ക് ഗോകുലത്തിലേക്ക് പോയ രാമൻ അവിടെ 2 മാസം സുഖമായി താമസിച്ചു. ആ സമയത്ത് ദ്വാരകയിൽ ചില സംഭവങ്ങൾ ഉണ്ടായി. കരൂഷാധിപതിയായ പൗണ്ഡ്രകൻ ഞാനാണ് വസുദേവൻ, കൃഷ്ണൻ വെറുതെ എൻ്റെ വേഷം തട്ടിയെടുത്തതാണ് എന്നും പറഞ്ഞ് ശംഖുചക്ര ഗദാപത്മങ്ങളും ശ്രീവത്സവും കൗസ്തുഭവും വനമാലയുമൊക്കെ ധരിച്ച് കൃഷ്ണനെ പരിഹസിച്ചുകൊണ്ട് പോരിന് വിളിച്ചു. പൗണ്ഡ്രകന്റെ സഹായത്തിന് അക്ഷൗഹിണിപ്പടയുമായി കാശി രാജാവ് എത്തിയിരുന്നു. കൃഷ്ണൻ നിഷ്പ്രയാസം പൗണ്ഡ്രകനെ യുദ്ധത്തിൽ ഇങ്ങനെ വധിച്ചു. എന്നിട്ടോ കാശി രാജാവിൻ്റെ തല കാശിയിലേക്കും അയച്ചു. കാശി രാജാവിൻ്റെ മകനായ സുദക്ഷിണൻ അച്ഛനെ കൊന്നവനോട് പകരം ചോദിക്കാനായി തപസ് ചെയ്ത് ഒരു കൃത്യയെ കൃഷ്ണന് നേരെ വിട്ടു. കൃഷ്ണന്റെ സുദർശന ചക്രം കൃത്യയെ വധിച്ച് എന്നിട്ട് കത്തിക്കാളുന്ന ആ അഗ്നിയെ കാശി രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ കാശിയെ അത് ഭസ്മമാക്കുകയും ചെയ്തു. സുദർശനനും അതിൽ ഇങ്ങനെ ദഹിച്ചു. കുചേലൻ എന്നൊരു സതീർത്ഥ്യനുണ്ടായിരുന്നു കൃഷ്ണന്. ധർമ്മിഷ്ഠനും കൃഷ്ണനിൽ അചഞ്ചല ഭക്തിയുള്ളവനുമാണ് കുചേലൻ. എന്നാൽ പരമദരിദ്രനാണ്. ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിനുള്ളത് തന്നെ കയ്യിലില്ല. എന്നാലും കുചേലൻ താൻ ദരിദ്രനാണെന്ന് തോന്നിയതേയില്ല. എല്ലാ സമ്പത്തിൻ്റെയും നാഥനായ ഭഗവാൻ മനസ്സിൽ നിന്ന് പോകരുതേ എന്ന് മാത്രം നിരന്തരം പ്രാർത്ഥിച്ച് ധ്യാനത്തിലും പൂജയിലും മുഴുകിയിരുന്നു. പട്ടിണി കിടന്ന് വലഞ്ഞപ്പോൾ ഒരു ദിവസം ഭാര്യയാണ് നിർബന്ധിച്ചത്. ദ്വാരകാനാഥൻ സഹപാഠിയാണല്ലോ, ഒരു നിവർത്തി ഉണ്ടാക്കി തരാൻ പറയൂ. അത് പറയാൻ കുചേലന് വയ്യ. എന്നാലും ദ്വാരകാനാഥനെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ പോവാനൊരുങ്ങി. എവിടുന്നോ കടം മേടിച്ച ഒരു പൊതി അവിലും കാഴ്ചവെക്കാൻ കയ്യിൽ പിടിച്ചു. 4 ദിവസം നടന്ന് ക്ഷീണിച്ചാണ് ദ്വാരകയിലെത്തിയത്. കൃഷ്ണൻ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ സഹപാഠിയെ തിരിച്ചറിഞ്ഞു. ഓടിച്ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കേമമായി സൽക്കരിച്ചു. ക്ഷേമ അന്വേഷണങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, കുചേലൻ എനിക്ക് എന്താ കൊണ്ടുവന്നത്? ഈ ഐശ്വര്യമൂർത്തിക്ക് ആ അവൽപ്പതി കൊടുക്കാൻ കുചേലൻ സങ്കോചപ്പെട്ട് നിൽക്കുമ്പോൾ കൃഷ്ണൻ അത് തട്ടിപ്പറിച്ച് വാങ്ങി ആർത്തിയോടെ 2 പിടി വാരി കഴിച്ചു. 3-ാമത്തെ പിടിയെടുക്കുവാൻ രുക്മിണി സമ്മതിച്ചില്ല. 2 ദിവസം ദ്വാരകയിൽ താമസിച്ചിട്ടും സ്വന്തം ദാരിദ്ര്യത്തെപ്പറ്റി കുചേലൻ ഒന്നും കൃഷ്ണനോട് പറഞ്ഞില്ല. തിരിച്ചു പോരുമ്പോൾ വെറുതെ വിചാരിച്ചു, ഭാര്യ പറയാൻ പറഞ്ഞതൊന്നും കൃഷ്ണനോട് പറഞ്ഞില്ല. എല്ലാം മറന്നു. കൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാം മറന്നു. സാരമില്ല, കൃഷ്ണനെ കണ്ടുവല്ലോ, ഇനി വേറൊന്നും വേണ്ട. പലതും ആലോചിച്ച് വീട്ടിലെത്തിയപ്പോൾ പഴയ വീടില്ല. പകരം പുത്തൻ മാളിക. വഴി തെറ്റിയോ എന്ന് കുചേലൻ ശങ്കിച്ചു നിൽക്കെ അതാ വരുന്നു സർവാഭരണ വിഭൂഷിതയായ ഭാര്യയും ഉത്സാഹികളായ മക്കളും. കുചേലൻ അപ്പോൾ പറഞ്ഞു, ഭഗവത് കൃപയ്ക്ക് അറ്റമില്ലല്ലോ. ഒന്നും തന്നെ ചോദിക്കാതെ ഇതൊക്കെ തന്നാൽ പിന്നെ മഹാപ്രഭു ഞാൻ എന്ത് പറയേണ്ടു? ഐശ്വര്യം നിറഞ്ഞിട്ടും കുചേലൻ സ്വന്തം ജീവിതചര്യയിൽ നിന്ന് മാറിയില്ല. ജപവും ധ്യാനവും പൂജയും കുറെ കൂടി ശ്രദ്ധാപൂർവം ചെയ്തുകൊണ്ടിരുന്നു. ചേതി രാജാവായ ശിശുപാലന് ആദ്യം മുതൽക്കേ കൃഷ്ണനോട് ദേഷ്യമായിരുന്നു. കൃഷ്ണന്റെ അച്ഛൻ്റെ പെങ്ങളുമാണ് ഒരു നിലയ്ക്ക് ശിശുപാലൻ്റെ അമ്മ. കൃഷ്ണന്റെ മഹത്വമറിഞ്ഞ ശിശുപാല മാതാവ് കൃഷ്ണനോട് പറഞ്ഞു, ശിശുപാലൻ വിവരക്കേട് കൊണ്ട് ഓരോന്ന് പറയും, കൃഷ്ണൻ കാര്യമാക്കരുത്, അവനെ കൊല്ലരുതിട്ടോ. കൃഷ്ണൻ ഉടനെ മറുപടി പറഞ്ഞു, എന്നെ 100 അപരാധം പറഞ്ഞാലും ഞാൻ കൊല്ലില്ല. അത് കേട്ട് സമാധാനിച്ചു ആ അമ്മ. ഇന്ദ്രപ്രസ്ഥത്തിൽ ധർമ്മപുത്രർ രാജസൂയാഗം നടത്തുമ്പോൾ അഗ്രാസനത്തിൽ ഇരുത്തി കാല് കഴുകിച്ച് സർവവതാ യോഗ്യനായ ശ്രീകൃഷ്ണനെയാണ്. അതിൽ കുപിതനായ ശിശുപാലൻ എഴുന്നേറ്റ് ശ്രീകൃഷ്ണനെ ശകാരം തുടങ്ങി. 100 അപരാധം ഉണ്ടാക്കി പറഞ്ഞപ്പോഴും ശ്രീകൃഷ്ണൻ മിണ്ടാതെ കേട്ടിരുന്നു. ശകാരം പിന്നെയും തുടർന്നപ്പോൾ സുദർശന ചക്രം അയച്ച് ശിശുപാലന്റെ കഴുത്ത് ശ്രീകൃഷ്ണൻ ഛേദിച്ചു. ശിശുപാലന്റെ സഹായിയായ ദന്തവക്ത്രൻ എന്ന രാജാവിനെ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ കൃഷ്ണൻ കൗമോദകി എന്ന ഗദ കൊണ്ട് അടിച്ചു കൊന്നു. പിന്നീട് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് കുരുപാണ്ഡവർ തമ്മിൽ നടന്ന ഭാരതയുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ നിരായുധനായി പാണ്ഡവപക്ഷത്തെ സഹായിച്ചു. അർജുനനെ മഹത്തായ ഗീതോപദേശം ചെയ്ത് സ്വധർമാചരണത്തിന് പ്രാപ്തനാക്കി. യുദ്ധം കഴിഞ്ഞിട്ടും ഉത്തരായണം കാത്ത് മരിക്കാതെ യുദ്ധഭൂമിയിൽ ശരശയനം ചെയ്തിരുന്ന ഭീഷ്മ പിതാമഹനെ കൊണ്ട് രാജാവായ യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങൾ കൊടുപ്പിച്ചു.
എന്നിട്ടോ കൽപ്പാന്തകാലം വരെ മനുഷ്യരാശിക്ക് ഉപാസിക്കുവാനും ജപിക്കുവാനുമായി ഭീഷ്മരെ കൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം അവതരിപ്പിച്ചു. അശ്വത്ഥാമാവിൻ്റെ സംഹാരാസ്ത്രത്തിൽ നിന്ന് ഉത്തരയുടെ ഗർഭത്തിൽ കിടന്നിരുന്ന അഭിമന്യുപുത്രനെ യോഗവിദ്യയാൽ ചക്രം കൊണ്ട് മറച്ചു രക്ഷിച്ചു. രാജസൂയ യാഗത്തിന് മുൻപ് കൽപ്പകാലം അടുത്ത ഒരവസരത്തിൽ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടായി. സൂര്യഗ്രഹണം നാടിന് ആപത്തുണ്ടാക്കുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. എല്ലാ പാപങ്ങളും ഒഴിഞ്ഞു പോകാൻ വൃഷ്ണികളെല്ലാം സമന്തക തീർത്ഥത്തിൽ കുളിച്ച് കർമ്മങ്ങളും ദാനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരുടെയും നാഥനായി ശ്രീകൃഷ്ണനും ബന്ധുക്കളോടൊപ്പം എത്തി. സൂര്യഗ്രഹണ സ്നാനത്തിനായി അതേ സമയത്ത് തന്നെ ഗോകുലവാസികളും എത്തിച്ചേർന്നു. രാമകൃഷ്ണന്മാരെ കണ്ട് നന്ദന് യശോദ രോഹിണിമാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷാസുക്കൾ പൊഴിച്ചു. ശ്രീകൃഷ്ണൻ അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ കാണുന്നത്. ഒന്നും ഉരിയാടാനാകാതെ കൃഷ്ണൻ നിരുദ്ധകണ്ഠനായി നിന്നു. ഗോപികൾ കൃഷ്ണനെ കണ്ടപ്പോൾ കൺപീലികൾ പൂട്ടാതെ നോക്കി നിന്നു. കൃഷ്ണൻ അവരെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ആശ്വസിപ്പിച്ചു. അവരെ അവിടെ നിന്ന് കാണുവാനായില്ലെങ്കിലും എപ്പോഴും ഓർക്കാറുണ്ടെന്ന് അറിയിച്ചു. അതിനുശേഷം ഗോപികൾക്ക് ആത്മോപദേശം ചെയ്ത് അവരുടെ അജ്ഞാനം പൂർണ്ണമായി മാറ്റി. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അവിടുത്തെ അന്തരീക്ഷം ആകെ മാറി തുടങ്ങിയിരുന്നു. ബ്രാഹ്മണ ശാപത്താൽ യദുവംശം തന്നെ നശിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. വിവേകം നശിച്ച യദുക്കൾ മദ്യലഹരിയിൽ പരസ്പരം കലഹിച്ച് സമുദ്രതീരത്ത് വലുതായി പടർന്നു നിന്ന ഏരകപ്പുല്ലെടുത്ത് അന്യോന്യം തച്ചു കൊന്ന് ചത്തു നശിച്ചു. അതിനു മുമ്പ് തന്നെ ബലരാമൻ സമുദ്രതീരത്തിരുന്ന് പ്രാണങ്ങളെ അടക്കി ജീവൻ മുക്തനായി. മാതാപിതാക്കളെയും മറ്റു ഗുരുക്കളെയും ശ്രീകൃഷ്ണൻ തത്വോപദേശം ചെയ്ത് തപസ് ചെയ്ത് മോക്ഷം നേടാനായി പറഞ്ഞയച്ചു. എല്ലാ ആപത്തുകൾക്കിടയിലും കൃഷ്ണനെ വിടാതെ പിന്തുടർന്ന ഒരാളുണ്ടായിരുന്നു, ഉദ്ധവൻ. യാദവരെ മുഴുവൻ പ്രഭാസ തീർത്ഥക്കരയിലേക്കും സ്ത്രീകളെയും കുട്ടികളെയും ശംഖോദ്ധാരണ തീർത്ഥസ്ഥലത്തേക്കും പറഞ്ഞയച്ച ശേഷം ഏകാന്തത്തിൽ ഒറ്റയ്ക്ക് ഒരു ആൽത്തറയിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണന്റെ അടുത്ത് ഉത്തമൻ ചെന്നു നിന്നു. എന്നിട്ട് കൂപ്പ് കൈകളോടെ നിലയ്ക്കാതെ ഇങ്ങനെ നിറയുന്ന കണ്ണുകളോടെ തൊണ്ട ഇടറിക്കൊണ്ട് ഉദ്ധവൻ പറഞ്ഞു, യദുവംശം നശിച്ചു. എല്ലാം അങ്ങയുടെ ഇച്ഛയോടെയാണെന്നും ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങ് ഇവിടിരുന്ന് യാത്ര പുറപ്പെടുകയായി എന്നും എനിക്ക് തോന്നുന്നു. 12 വയസ്സ് മുതൽക്ക് ഞാൻ അങ്ങയുടെ ഒപ്പമുണ്ട്. അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. എന്നെയും കൂടി കൂടെ കൊണ്ടുപോകണം. ഈ എളിയ ദാസന്റെ അപേക്ഷ നിരസിക്കരുതേ ഭഗവാനെ. കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട് ഉദ്ധവനെ പിടിച്ച് അടുത്തിരുത്തി. എന്നിട്ട് സ്നേഹസ്വരത്തിൽ പറഞ്ഞു, ഉദ്ധവ, ശരിയാണ്. വിചാരിച്ചതൊക്കെ ശരി തന്നെ. ഞാൻ ഇവിടുന്ന് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ പോയാൽ ഇവിടെ കലി വരും. കലി വന്നാൽ ജനങ്ങൾക്ക് അധർമ്മത്തിൽ താല്പര്യം വർദ്ധിക്കും. എൻ്റെ ഭക്തനും എനിക്കേറ്റവും പ്രിയപ്പെട്ടവനുമായ ഉദ്ധവർക്ക് ഒരിക്കലും കലികാല ദോഷം വരില്ല. അധർമ്മ തത്പരനാവാനും പറ്റില്ല. അതിനാൽ ഉദ്ധവൻ ഇനി ഇവിടെ നിൽക്കേണ്ട. ഞാൻ പോയാൽ ഈ ദ്വാരകാപുരിയെ സമുദ്രം മുക്കിക്കളയുകയും ചെയ്യും. ഞാൻ പിന്നെ എന്തു ചെയ്യണം പ്രഭു? പറയാം. അപ്പോൾ കൃഷ്ണൻ ഉദ്ധവരോട് പറയുകയാണ്. കൃഷ്ണൻ ഒന്നുകൂടി നിവർന്നിരുന്നു. അനേകം ഉദാഹരണങ്ങളാലും വിശകലനങ്ങളാലും യഥാർത്ഥ സത്യം വെളിപ്പെടുത്തി ഉദ്ധവന് തത്വോപദേശം നൽകി. മനസ്സിൽ നിന്ന് മായാമോഹങ്ങളും മമതാബന്ധങ്ങളും അകറ്റുവാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ജ്ഞാനത്തിൻ്റെ ലക്ഷണം സമഭാവനയാണ്. വിഷയരൂപത്തിലുള്ള സകല വസ്തുക്കളിലുമുള്ള ചൈതന്യം ഒന്നു തന്നെ ആയതിനാൽ ആ ജ്യോതിസിനെ സകലത്തിലും കാണലാണ് സമഭാവന. അപ്പോൾ സ്പർദ്ധ, അസൂയ, നിന്ദ തുടങ്ങിയ ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ വരില്ല. അഹങ്കാരം വിട്ടുപോവുകയും ചെയ്യും. സകല ഭൂതങ്ങളിലും ആത്മസ്വരൂപത്തിൽ നിൽക്കുന്നത് ഞാനാണ് എന്ന ദൃഢബോധം ഉണ്ടായാലേ സകല ചരാചരങ്ങളെയും ആദരിക്കുവാൻ കഴിയുള്ളൂ. അതില്ലാത്തവന് ഈ സംസാരചക്രത്തിൻ്റെ കറക്കത്തിൽ നിന്ന് വിട്ടുപോരുവാനും കഴിയില്ല. അതിനാൽ ഉദ്ധവ, ഞാൻ ഈ പറഞ്ഞ വിധം മനസ്സിനെ അടക്കി ആത്മസ്വരൂപനെ ഉള്ളിലുറപ്പിച്ച് ഇതിൽ നിന്ന് മോചനം നേടണം. അതിനായി അങ്ങ് ഹിമാലയത്തിലെ ബദരികാശ്രമത്തിലേക്ക് പോവുക. അവിടെ അളകനന്ദയിൽ കുളിച്ച് തർപ്പണം ചെയ്ത് കായ്കനികൾ ഭക്ഷിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനനം ചെയ്ത് ജീവിക്കൂ. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം ഇവയൊക്കെ പരസ്പര വിരുദ്ധങ്ങളാണെങ്കിലും അത് വരാതിരിക്കില്ല. അതിൽ മോദിക്കുകയോ ഖേദിക്കുകയോ ചെയ്യാതെ ദ്വന്ദ്വസഹനം ചെയ്യുക. ഈ ജീവിതം തീരുന്നതോടെ ഉദ്ധവ അങ്ങ് എന്നിലേക്കു തന്നെ എത്തിച്ചേരുകയും ചെയ്യും. ഇത്രയും കേട്ടപ്പോൾ ഉദ്ധവൻ ശ്രീകൃഷ്ണനെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ആനന്ദ ചിത്തനായി. നിരുദ്ധകണ്ഠനായി അദ്ദേഹം പറഞ്ഞു, ഹേ ആദികാരണ സ്വരൂപനും കരുണാമയനുമായ പ്രഭു, എന്നെ ബാധിച്ചിരുന്ന ആ കനത്ത ഇരുട്ട് അങ്ങ് തുടച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങയോടുള്ള സ്നേഹം മുക്താവസ്ഥയിലും പോകാതിരിക്കുവാൻ ഈ ദാസനെ അങ്ങ് അനുഗ്രഹിക്കണം.
കാലഭയം നീക്കുന്ന സ്വന്തം കൈപ്പടങ്ങൾ ശ്രീകൃഷ്ണൻ ഭക്തനായ ഉദ്ധവന്റെ മൂർത്താവിൽ വെച്ച് അനുഗ്രഹിച്ചു. ഉദ്ധവന് ശ്രീകൃഷ്ണനെ പിരിയുവാനുള്ള സമയമായി. തത്വോപദേശത്താൽ തേജസാർന്നവനായിട്ടും ശ്രീകൃഷ്ണന്റെ വേർപാട് താങ്ങുവാൻ ഉദ്ധവന് കഴിയുന്നില്ല. കണ്ണുനീരൊഴുക്കിക്കൊണ്ടും വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ടും അവിടെ നിന്ന് പോകാൻ കഴിയാതെ ഉദ്ധവർ വിഷമിച്ചു. അതറിഞ്ഞ കൃഷ്ണൻ സ്നേഹസൂചകമായി സ്വന്തം മെതിയടികൾ ഉദ്ധവന് സമ്മാനിച്ചു. അത് ആദരവോടെ ശിരസിൽ വെച്ച് വീണ്ടും വീണ്ടും ശ്രീകൃഷ്ണനെ നമസ്കരിച്ച് ആ പരമഭക്തൻ അവിടെ നിന്ന് ബദരികാശ്രമത്തിലേക്ക് യാത്രയായി. ശ്രീകൃഷ്ണൻ ആ ആൽമര ചുവട്ടിൽ തന്നെ ഇരുന്നു. ശരീരം ഉജ്ജ്വലകാന്തിയിൽ പ്രകാശിച്ചിരുന്നു. ആ അതിമനോഹര രൂപം അധിക നേരം ഭൂമിയിൽ നിന്നില്ല. എങ്ങു നിന്നോ പറന്നു വന്ന ഗരുഡന്റെ കൊടിക്കൂറയുള്ള ഒരു തേരിൽ ഏതു ജീവിക്കും ശത്രുത കാണിക്കുന്നവർക്ക് പോലും ആനന്ദവും മോക്ഷവും നൽകിക്കൊണ്ടിരുന്ന ആ ദിവ്യമംഗളരൂപം അപ്രത്യക്ഷമായി. ആശ്രയിക്കുന്നവർക്ക് എന്നും അഭയം കൊടുത്ത സ്വന്തം പാദചിഹ്നങ്ങൾ പതിഞ്ഞ മെതിയടികൾ ഈ ഭൂമിയിലെ മനുഷ്യർക്കായി വിട്ടുതന്നുകൊണ്ട്. കരുണാമയനായ ഭഗവാന് നമസ്കാരം. ഹരേ മുകുന്ദ. നമ്മുടെ ശ്രീകൃഷ്ണ കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ മഹാസ്കന്ദഷഷ്ഠി വ്രതം ഈ വർഷം ഒക്ടോബർ 22-ാം തീയതി മുതൽ ഒക്ടോബർ 27-ാം തീയതി വരെയാണ് വരുന്നത്. 48 ദിവസം വ്രതം എടുക്കുന്നവരുണ്ട്. അവർ സെപ്റ്റംബർ 10-ാം തീയതി വ്രതം ആരംഭിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ മുരുക ഭഗവാന്റെ കഥയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കർണൻ്റെ കഥ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കുകയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.